ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു hannathfashiontech. എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഹെയർ ബോയുടെ കളക്ഷനുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാറ്റൻ റിബണാണ്. 1 ഇഞ്ച് ആണ് ഇതിൻ്റെ ഇത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആദ്യം അരികൊന്ന് ഉരുക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുക. ജസ്റ്റ് 2 സൈഡിൽ നിന്നും കോണായിട്ട് മടക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു പെറ്റലായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ 2 ഫ്ലവർ ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുപോരും. അങ്ങനെ ഒരു അടുത്തുനിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റെഡിയാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ വീഡിയോ തന്നെ ഞാൻ ഇന്നലെ, അതായത് ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന തന്നെ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ടൈപ്പ് ഓഫ് ബോയാണ്, ഇത് വേറൊരു സ്റ്റൈലിലുള്ള ബോയാണ്. പക്ഷേ രണ്ടിനും മെത്തേഡ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് കണ്ടവരാണെങ്കിൽ ബാക്കി കാണാൻ വേണ്ടിയിട്ട് ഇത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതായത് ഫൈനലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്തോളൂ. ഇത് ആ വീഡിയോയിൽ കാണിച്ച തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം 2 സെയിം ആണ് കേട്ടോ. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫ്ലവർ ഉണ്ടാക്കി എടുക്കുന്ന രീതി ഒന്നാണ്. അതിനുശേഷം ഇപ്പോഴത്തെ ബോയിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. അതല്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഈസിയാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 24 മുതൽ 25 പെറ്റലൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുണ്ടാക്കിയിട്ട് കറക്റ്റ് അടിങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. കുറച്ചിങ്ങനെ വിട്ട് പെറ്റൽസ് നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ കുറച്ചധികം പെറ്റൽസ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ റൗണ്ട് ഷേപ്പായി വരുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും എത്ര പെറ്റൽസ് വേണം, ഭംഗിയുണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യം ആ ഒരു റൗണ്ട് ഷേപ്പായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ കളർ ലീഫിന് വേണ്ടിയിട്ടും പിന്നെ ഇതുപോലൊരു ഫ്ലവറുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനും വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിൽ ആ ലീഫ് ചെയ്തെടുത്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു അറ്റം നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളറ് അതേ സെയിം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ പോലെ
അങ്ങനെ മടങ്ങിയിരിക്കുന്ന രീതിയിലാണല്ലോ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഏറ്റവും എൻഡിലായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു പെറ്റലിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് താഴത്തേക്കാക്കിയിട്ട് നമ്മൾ സൂചി കുത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സൂചി കുത്തിയെടുക്കണം. അപ്പം അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് പെറ്റലിനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്കിട്ട് നമുക്ക് സൂചി ഇങ്ങനെ കുത്തിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ താഴത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ത്രെഡ് താഴത്തേക്ക് വലിച്ചു കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ മടങ്ങി വരും. കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ മടങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു രീതിക്ക് കേട്ടോ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ പെറ്റലുകളെല്ലാം വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലെ തന്നെ എല്ലാം റിപ്പീറ്റഡായിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ നമുക്കിതുപോലെ മുകളിലത്തെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ കുത്തി കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴത്തേക്ക് എത്രയാണോ മടങ്ങേണ്ടത് ആ ഒരു ഇത് കേട്ടോ. എല്ലാം ഒരേ ലെവലിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമാണ് ഒരേപോലെ നമുക്ക് ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് സൂചി ഇങ്ങനെ കുത്തിയതിന് ശേഷം വലിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. സെയിം ഇതുപോലെ തന്നെ എല്ലാ പെറ്റൽസും ആക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ കിട്ടും. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ ചെയ്ത അതേ രീതിയിൽ കംപ്ലീറ്റ് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ക്യാൻവാസ് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കും, അതുപോലെ ലീഫിൽ ഒട്ടിക്കുക. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാൻവാസ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അരികു ഭാഗത്ത് നമുക്ക് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക.
ലീഫും ഫ്ലവറും തമ്മിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്ത് നമ്മുടെ ബോയിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. താഴെ വാട്സപ്പ് നമ്പറുണ്ട്, അത് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.